നമസ്കാരം. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി മൈ റേഡിയോ 90 FM അവതരിപ്പിക്കുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അമീന അൽമാസ്, വെൺമേനാട് MASM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കെമിസ്ട്രി അധ്യാപികയാണ്. എൻ്റെ പേര് ജീതി. ഞാൻ പാഞ്ഞാൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ കെമിസ്ട്രി അധ്യാപികയാണ്. വരാൻ പോകുന്ന കെമിസ്ട്രി എക്സാമിൽ ആശങ്കകളൊന്നും കൂടാതെ ആയാസരഹിതമായി പരീക്ഷ എഴുതാനുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് കെമിസ്ട്രി സെക്കൻഡ് ഇയർ പരീക്ഷ 120 മാർക്കാണ് ടോട്ടൽ വരുന്നത്. അതിൽ 60 മാർക്ക് തിയറിക്കും 40 മാർക്ക് പ്രാക്ടിക്കലിനും 20 മാർക്ക് CEക്കുമാണ് വരുന്നത്. ഇതിൽ നമ്മുടെ പ്രാക്ടിക്കൽ ആൻഡ് CE പാർട്ടിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾക്ക് തിയറി പാർട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ പരീക്ഷ 2.25 മണിക്കൂറാണ് വരുന്നത്. അതിൽ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ഈ കൂൾ ഓഫ് ടൈമിലാണ് നമ്മൾ പരീക്ഷ എങ്ങനെ എഴുതണമെന്ന് തീരുമാനിക്കുന്നത്. ഓരോ ചോദ്യവും നമ്മൾക്ക് കോൺഫിഡൻസ് ഉള്ള ചോദ്യങ്ങൾ നമ്മൾ ആദ്യം എഴുതുക. അതിനുശേഷം മാത്രം നമ്മൾക്ക് കുറച്ച് കോൺഫിഡൻസ് കുറഞ്ഞ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻസിലും കെമിസ്ട്രിയിൽ ഒരുപാട് സബ് ഡിവിഷൻസ് ഉണ്ട്. ആ സബ് ഡിവിഷൻസ് എഴുതുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്പർ തെറ്റാതെ കൃത്യമായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. ടീച്ചർ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആ പാറ്റേൺ ഒന്ന് കുട്ടികൾക്ക് വിശദമാക്കി കൊടുക്കാമോ? കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 സെക്ഷനുകളാണുള്ളത്. ഒന്നാമത്തെ സെക്ഷന് 1 മാർക്കിൻ്റെ 5 ചോദ്യങ്ങളുണ്ടായിരിക്കും. അതിൽ 4 എണ്ണം എഴുതണം. രണ്ടാമത്തെ സെക്ഷനിൽ 2 മാർക്കിൻ്റെ 10 ചോദ്യങ്ങളുണ്ടാകും. അതിൽ 8 എണ്ണമാണ് എഴുതേണ്ടത്. മൂന്നാമത്തെ സെക്ഷനിൽ 11 ചോദ്യങ്ങളുണ്ടായിരിക്കും. അതിൽ 8 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. നാലാമത്തെ സെക്ഷനിൽ 5 ചോദ്യങ്ങളുണ്ടായിരിക്കും. അതിൽ 4 എണ്ണമാണ് എഴുതേണ്ടത്. അതിന് 4 മാർക്കായിരിക്കും. ടീച്ചറെ, നമുക്കിനി പാഠഭാഗങ്ങളിലേക്ക് ഒന്ന് പോയാലോ? ആദ്യത്തെ ചാപ്റ്റർ സൊല്യൂഷൻ അല്ലേ? അത് ടീച്ചർ ഒന്ന് കുട്ടികൾക്ക് വിശദമാക്കി കൊടുക്കുമോ? ആദ്യത്തെ ചാപ്റ്റർ സൊല്യൂഷൻസ് ആണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? ഓസ്മോട്ടിക് പ്രഷർ എന്താണ്? റിവേഴ്സ് ഓസ്മോസിസ് എന്താണ്? നോൺ ഐഡിയൽ സൊല്യൂഷൻസ് കാണിക്കുന്ന പോസിറ്റീവും നെഗറ്റീവ് ഡീവിയേഷൻസ്, അതിൻ്റെ എക്സാമ്പിൾസ്, ഗ്രാഫുകൾ, എന്താണ് ഐഡിയൽ സൊല്യൂഷൻ, ഹെൻറീസ് ലോ, അതിൻ്റെ അപ്ലിക്കേഷൻസ്, വാൻ ഹോഫ് ഫാക്ടർ എന്താണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ ടേംസുകളായ മൊളാരിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ എന്നിവയുടെ ഡെഫിനിഷൻസും അതുപോലെ തന്നെ അതിൻ്റെ പ്രോബ്ലംസും വരാറുണ്ട്. ഇനി നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററിലേക്ക് പോവാം. അപ്പോൾ കെമിക്കൽ ഇക്വേഷൻസ് കുറച്ച് വരുന്നതാണ് ഇലക്ട്രോ കെമിസ്ട്രി. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 2 തരം സെല്ലുകളാണ് വരുന്നത്. അതാണ് ആദ്യം തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. ഗാൽവാനിക് സെല്ലുണ്ട്, ഇലക്ട്രോളിറ്റിക് സെല്ലുണ്ട്. ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ഗാൽവാനിക് സെല്ലിൽ കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി ആൻഡ് ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം ഈ ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഭാഗം ഫ്യൂവൽ സെല്ലാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. എന്താണ് ഫ്യൂവൽ സെല്ല്? ഫ്യൂവൽ സെല്ലിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ്, അതായത് ഹാഫ് സെൽ റിയാക്ഷൻസ്, അതോടൊപ്പം തന്നെ ഓവറോൾ റിയാക്ഷൻസ്, അഡ്വാൻറ്റേജസ് ഓഫ് ഫ്യൂവൽ സെല്ല്, ഇതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻ എഴുതുമ്പോൾ കുട്ടികൾക്ക് കുറച്ച് ഹാഫ് സെൽ റിയാക്ഷൻ എഴുതാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആനോഡ് പഠിക്കുക, കാഥോഡ് പഠിക്കുക. ഓവറോൾ റിയാക്ഷൻ വളരെ ഈസിയാണ്. ഹൈഡ്രജനും ഓക്സിജൻ ചേർന്ന് വാട്ടറാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പൊല്യൂഷൻ ഫ്രീ ആണ്. അഡ്വാൻറ്റേജ് എഴുതാനായിട്ട് കുറച്ചും കൂടെ നമുക്ക് എളുപ്പമായിരിക്കും. പിന്നെ ഇവിടെ വരുന്നത് ഇത് ഹൈലി എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്. അതിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. ഇനി സെല്ലിൽ നെക്സ്റ്റ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടിരിക്കുന്നത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി സെൽ ആൻഡ് സെക്കൻഡറി സെല്ലാണ് വരുന്നത്. ആ പ്രൈമറി സെൽ ആൻഡ് സെക്കൻഡറി സെല്ലിൽ തന്നെ എക്സാമ്പിൾസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. നെക്സ്റ്റ് ലെഡ് സ്റ്റോറേജ് സെല്ലാണ്. അത് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, വണ്ടികളിലൊക്കെ കാണുന്ന ആ സെല്ലാണ് ഈ ലെഡ് സ്റ്റോറേജ് സെല്ല്. അതിൽ ഈ പറഞ്ഞ മാതിരി അതിൻ്റെ റിയാക്ഷൻ എഴുതുമ്പോൾ ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ് പഠിക്കുക. ആനോഡ് ലെഡ്, കാഥോഡ് PbO2,
ആൻഡ് റിയാക്ഷൻ പഠിക്കുമ്പോൾ ആനോഡിലും കാഥോഡിലും ലെഡ് ഈസ് കൺവേർട്ടഡ് ടു ലെഡ് സൾഫേറ്റ് ആണ്. അതായത് ആനോഡ് പ്ലസ് കാഥോഡ് പ്ലസ് ഇലക്ട്രോലൈറ്റ് ഗിവ് PbSO4. അപ്പോൾ ആ കുട്ടിക്ക് പെട്ടെന്ന് ആ ഇക്വേഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ അവിടെ പറയുന്നത് ഈ സെല്ല് എങ്ങനെയാണ് റീചാർജ് ചെയ്യാന്ന്. ഇപ്പോൾ റീചാർജ് ചെയ്യാനായിട്ട് മൊബൈൽ റീചാർജ് ചെയ്യണ കാരണം കുട്ടികൾക്ക് ഇത് വളരെ ഈസി ആയിരിക്കും. കാരണം എന്താണ്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക, അങ്ങനെയാണ് നമ്മളിത് റീചാർജ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു കുറച്ച് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം ഷീ എന്താണെന്നാണ്. സിമ്പിൾ ഹൈഡ്രജൻ ഇലക്ട്രോഡ്, അത് ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് അത് ബുദ്ധിമുട്ടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം അടുത്ത ഭാഗത്തിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്നത് EMF ഓഫ് എ സെല്ല് അല്ലെങ്കിൽ ഈ സെല്ല്. അപ്പോൾ ഈ സെല്ല് സീക്വൽ അല്ലെങ്കിൽ EMF ഓഫ് എ സെല്ലിന് സീക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് എന്നുള്ള ഈക്വേഷൻ, അത് ബേസ് ചെയ്തൊരു പ്രോബ്ലം വരാറുണ്ട്. ഇനി അടുത്ത നേൺസ്റ്റ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ വരുമ്പോൾ നമ്മൾക്കത് നിർബന്ധമായിട്ടും അത് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഇക്വേഷനാണ്. നെക്സ്റ്റ് കൂടുതലായിട്ട് കണ്ടിരിക്കുന്നത് കോൾറാഷ്യസ് ലോ ആണ്. കോൾറാഷ്യസ് ലോ പറയുമ്പോൾ അതിന് മുമ്പായിട്ട് പറയേണ്ടത് മോളാർ കണ്ടക്ടിവിറ്റിയാണ്. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ, അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെയും വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെയും ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ്. അതിൽ തന്നെ ഈ മോളാർ കണ്ടക്റ്റൻസ് അറ്റ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഗ്രാഫ് വരച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ഒരു ലോയാണ് കോൾറാഷ്യസ് ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോയാണ് അത്. മോളാർ കണ്ടക്റ്റൻസ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇക്വേഷൻ പഠിക്കാനായിട്ട് മോളാർ കണ്ടക്റ്റൻസ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ഇസ് ഈക്വൽ ടു മോളാർ കണ്ടക്റ്റൻസ് ഓഫ് കാറ്റയോൺ പ്ലസ് മോളാർ കണ്ടക്റ്റൻസ് ഓഫ് ആനിയോൺ എന്ന് എഴുതുകയാണെങ്കിൽ അതിലെ പ്ലസും മൈനസൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവണമെന്ന് നമുക്ക് ഒഴിവാക്കാം. ഇനി അതിൻ്റെ അപ്ലിക്കേഷൻ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് കണ്ടിരുന്നു. ആ പ്രോബ്ലം പാർട്ടായിട്ടാണ് മോളാർ കണ്ടക്റ്റൻസ് ഓഫ് അസറ്റിക് ആസിഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. പ്രോബ്ലത്തിലെ വാല്യൂസ് ഒരിക്കലും മാറ്റാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആ പ്രോബ്ലം ഒരു പ്രാവശ്യം ചെയ്തു പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. അത് അവർ ഈ അസറ്റിക് ആസിഡിന് HAC എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് കുട്ടികൾക്ക് അസറ്റിക് ആസിഡ് ആണോ എന്ന് കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പോൾ λm ഓഫ് HAC ഈസ് ഈക്വൽ ടു മോളാർ കണ്ടക്റ്റൻസ് ഓഫ് അസറ്റിക് ആസിഡ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഈസ് ഈക്വൽ ടു മോളാർ കണ്ടക്റ്റൻസ് ഓഫ് സോഡിയം അസറ്റേറ്റ് പ്ലസ് മോളാർ കണ്ടക്റ്റൻസ് ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ് മൈനസ് മോളാർ കണ്ടക്റ്റൻസ് ഓഫ് സോഡിയം ക്ലോറൈഡ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലം നമ്മൾക്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ അതിൻ്റെ അപ്ലിക്കേഷനും എഴുതാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ദയവ് ചെയ്ത് വിടരുത്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇത്. നെക്സ്റ്റ് നമ്മൾ നേൺസ്റ്റ് ഇക്വേഷനിലേക്കാണ് പോകുന്നത്. നേൺസ്റ്റ് ഇക്വേഷൻ ഡയറക്റ്റ് ചോദിക്കുന്നതോടൊപ്പം തന്നെ നേൺസ്റ്റ് ഇക്വേഷൻ ഓഫ് ഡാനിയൽ സെല്ലാണ് കൂടുതൽ ചോദിച്ച് കണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഇക്വേഷൻ പലപ്പോഴും കുട്ടികൾ തെറ്റിക്കാറുണ്ട്. ഇനി നേൺസ്റ്റ് ഇക്വേഷനിൽ ഒരു പ്രോബ്ലം പാർട്ട് ചോദിക്കുന്നത് ΔG ഈക്വൽ ടു മൈനസ് NF(E0) എന്നുള്ളതാണ്. അതിൽ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അതേപോലെ ഫാരഡേയുടെ വാല്യൂ നമ്മളവിടെ കാണാതെ ബൈഹാർട്ട് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. 96500 ആണ്. പിന്നെ EMF ഓഫ് സെല്ല് നമ്മൾ കണ്ടുപിടിക്കണം. കുറച്ച് നേരത്തെ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് EMF ഓഫ് എ സെല്ല് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് വെച്ചിട്ട് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് വരുന്നത് കൊറോഷനാണ്. കൊറോഷൻ വളരെ എളുപ്പമാണ് കുട്ടികൾക്ക് എഴുതാൻ. കൊറോഷൻ പറഞ്ഞാൽ അറിയാം, എന്താ അന്തരീക്ഷത്തിൽ മെറ്റൽസ് നാശം വരുന്നതാണല്ലോ കൊറോഷൻ. ആ കൊറോഷൻ്റെ എക്സാമ്പിൾ എന്തായാലും വിടരുത്, വളരെ എളുപ്പമായിട്ടുള്ളതാണ്. ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നതാണ് കൊറോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ തിയറി ഓഫ് കൊറോഷൻ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അത് ഈ പറഞ്ഞ മാതിരി ആനോഡായിട്ട് എന്താ വർക്ക് ചെയ്യണേ, കാഥോഡ് എന്താണ്, ഇലക്ട്രോലൈറ്റ് എന്താണ്, അവസാനം കെമിക്കലി റെസ്റ്റ് എന്താണെന്നുള്ളതും കൂടി എഴുതുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. പിന്നെ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള 2 ഭാഗങ്ങളാണ് വരുന്നത്. പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ളതിൽ തന്നെ സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ കൂടുതൽ പഠിക്കുക. അതിൽ നിന്ന് വേറെ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. ഗാൽവനൈസേഷനാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. അതായത് സിങ്ക് കോട്ടിംഗ് ഓൺ അയൺ ആണ് ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. GI പൈപ്പ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറ്. അപ്പോൾ GI പൈപ്പ് എന്ന് പറഞ്ഞാൽ ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ്സിനെയാണല്ലോ നമ്മൾ GI പൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഏതെങ്കിലും ഒരെണ്ണം കൂടെ നമ്മൾ അതിൻ്റെ പ്രൊട്ടക്ഷൻ, ബാരിയർ പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ കാഥോഡിക് പ്രൊട്ടക്ഷനോ ഏതെങ്കിലും ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഇവിടെ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഫാരഡേസ് ലോയിലാണ്. ഫാരഡേസ് ലോയിൽ ഫസ്റ്റ് ലോയിൽ Q ഈക്വൽ ടു IT എന്നുള്ള ഇതിൽ വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ചാപ്റ്റർ കെമിക്കൽ കൈനറ്റിക്സ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി തമ്മിലുള്ള ഡിഫറൻസ് എഴുതാൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കെമിക്കൽ ഇക്വേഷൻ തരും, അതിൽ നിന്ന് ഓർഡറും മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കാൻ പറയും. അതേപോലെ റേറ്റ് എക്സ്പ്രഷൻ തന്നിട്ട് ഓർഡർ കണ്ടുപിടിക്കുക. 0 ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻസിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ വരാറുണ്ട്. എന്താണ് അറീനിയസ് ഇക്വേഷൻ, അറീനിയസ് ഇക്വേഷൻ്റെ ഗ്രാഫ്, അതേപോലെ തന്നെ
വാട്ട് ഈസ് ദ ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റേറ്റ് കോൺസ്റ്റൻറ്റ്, അതിൻ്റെ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ്റെ ഗ്രാഫ്, അതിൻ്റെ ഡെറിവേഷൻസ്. പിന്നെ പ്രധാനപ്പെട്ട ആ ഭാഗത്തു നിന്നൊരു പ്രോബ്ലം വരുന്നത് ഫസ്റ്റ് ഓർഡർ റേറ്റ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും. അതും ഹാഫ് ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് വരാറുണ്ട്. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനും അതിൻ്റെ എക്സാമ്പിൾ. ഇതൊക്കെയാണ് ആ ചാപ്റ്ററിൽ നിന്ന് കൂടുതലായി ചോദിച്ചിട്ടുള്ളത്. ഇനി വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററിലേക്കാണ് നമ്മൾ കിടക്കുന്നത്, DNF. അപ്പോൾ DNFൽ നമ്മൾക്ക് മെയിനായിട്ട് വരുന്നത് ലാന്ത്രൈൻസ് കോൺട്രാക്ഷൻ ആണ് വരുന്നത്. വാട്ട് ഈസ് ലാന്ത്രൈൻസ് കോൺട്രാക്ഷൻ, കോൺസിക്വൻസസ് ഓഫ് ലാന്ത്രൈൻസ് കോൺട്രാക്ഷൻ, അതാണ് മെയിനായിട്ട് ക്വസ്റ്റ്യൻ കണ്ടിരിക്കുന്നത്. പിന്നെ ലാന്ത്രൈഡ്സിൻ്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചോദിച്ചിട്ടുണ്ട് +3 എന്നുള്ളത്. പിന്നെ അതിൻ്റെ മിഷ് മെറ്റൽ, ലാന്ത്രൈഡ്സിൻ്റെ അലോയ്സ് മിഷ് മെറ്റൽ എന്നുള്ള ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ട്. നെക്സ്റ്റ് ഡി ബ്ലോക്കിൻ്റെ പ്രോപ്പർട്ടീസാണ്, അല്ലെങ്കിൽ ട്രാൻസിഷൻ എലിമെൻസിൻ്റെ പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ എലിമെൻസ് ആണ്. അതിൽ 4 പ്രോപ്പർട്ടിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ആദ്യം പഠിക്കേണ്ടത് കളറ്, പിന്നെ വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടി, കാറ്റലിസ്റ്റ്. അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ കണ്ടിരിക്കുന്നത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിൽ നിന്നാണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിൽ മാഗ്നറ്റിക് മൊമെൻറ്റ് കാണാനുള്ള ആ ഇക്വേഷൻ മ്യൂസ് ഈക്വൽ ടു √n/n+2 എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ നമുക്ക് 2 കോമ്പൗണ്ട്സ് പഠിക്കാനുണ്ട്, KMnO4 ആൻഡ് K2Cr2O7. അപ്പോൾ അതിൽ K2Cr2O7 ആണ് കൂടുതലായിട്ട് പ്രിപ്പറേഷൻ ചോദിച്ചിരിക്കുന്നത്. അത് ക്രോമൈറ്റ് ഓറാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതണം. ക്രോമൈറ്റ് ഓറിൽ നിന്നാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ പ്രിപ്പറേഷൻ നന്നായി പഠിക്കുക. അത് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. KMnO4 ചോദിച്ചിട്ടുണ്ട്, അത് പൈറോളിസൈറ്റ് ഓറിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ 2 ഓക്സിഡൈസിങ് പ്രോപ്പർട്ടിയും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ക്രോമേറ്റിൻ്റെയും ഡൈക്രോമേറ്റിൻ്റെയും സ്ട്രക്ചറിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. പിന്നെ അതിൽ വരുന്നത് ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻസിൻ്റെ യൂസസ് ആണ്. അത് കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഡി ബ്ലോക്കിൽ വരുന്നത് അയൺ, കോപ്പർ, നിക്കൽ, പ്ലാറ്റിനം, ഗോൾഡ്, സിൽവർ. അപ്പോൾ ഗോൾഡ് എന്തിനാണ് ഉപയോഗിക്കണേ, സിൽവർ എന്തിനാണ് ഉപയോഗിക്കണേ എന്നൊക്കെ കുട്ടികൾക്ക് അറിയാവുന്നതാണ്. അത് എഴുതിയാൽ മതി. ജ്വല്ലറി അല്ലെങ്കിൽ അയൺസ് എന്തിനാണ് ഉപയോഗിക്കുക, അതൊക്കെ എഴുതാനായിട്ട് വളരെ ഈസിയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ ഭാഗം ഒഴിവാക്കരുത്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ യൂസസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാവുന്നതാണ്. ഇനി എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ചോദിക്കുകയാണെങ്കിൽ തോറിയം ഓർത്താൽ മതി, റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് ആണ്. അപ്പോൾ ന്യൂക്ലിയർ റിയാക്ടറിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തോറിയം ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്നുണ്ട് ടീച്ചറെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് കുട്ടി ഒരു മെഡിസിൻ എഴുതിയാലും അത് ആൻസർ ശരിയാവും. അപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. എല്ലാം യൂസസ് ആണ്, നമ്മൾ വിചാരിക്കാത്ത യൂസസ് അതിനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എഴുതാനായിട്ട് ശ്രമിക്കുക. അടുത്ത ചാപ്റ്റർ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. പരീക്ഷയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് IUPAC നെയിമിങ്. അതായത് കോമ്പൗണ്ടിൻ്റെ പേര് നൽകും, ഫോർമുല എഴുതാൻ പറയാം, അല്ലെങ്കിൽ ഫോർമുല തന്നിട്ട് പേര് എഴുതാൻ പറയാറുണ്ട്. വാലൻസ് ബോണ്ട് തിയറി ഉപയോഗിച്ചിട്ട് കോമ്പൗണ്ട്സിൻ്റെ സ്ട്രക്ചർ, അതേപോലെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി, ഇതിനൊക്കെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാറുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ ഹൈബ്രിഡൈസേഷൻ, അതേപോലെ ഷേപ്പ്, അതേപോലെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്, അതേപോലെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി, ഇവയൊക്കെ കുട്ടി എഴുതാൻ ശ്രമിക്കണം. മാഗ്നറ്റിക് പ്രോപ്പർട്ടി അറിഞ്ഞില്ലെങ്കിൽ കൂടി അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് പാരാമാഗ്നറ്റിക് ആണ്, എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആണെങ്കിൽ അത് ഡയാമാഗ്നറ്റിക് ആണ് എന്നെങ്കിലും എഴുതി വെക്കുക. ഐസോമറിസം വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതിൽ 2 തരം ഐസോമറിസം ഉണ്ട്. സ്ട്രക്ചറൽ ഐസോമറിസം ഉണ്ട്, ജോമെട്രിക്കൽ ഐസോമറിസം ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ജോമെട്രിക്കൽ ഐസോമറിസം ആണ്. അതായത് സിസ് ട്രാൻസ് ഐസോമറിസം, അല്ലെങ്കിൽ MA3B3 ടൈപ്പ് മോളിക്യൂൾസ് കാണിക്കുന്ന ഫാക്ക് മെർ ഐസോമറിസം. സിസ് ട്രാൻസ് ഐസോമറിസം ആണ് കൂടുതലായി ചോദിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് PTNH3 twice Cl2 എന്ന മോളിക്യൂൾ, അതായത് സിസ് പ്ലാറ്റിൻ എന്ന മോളിക്യൂളിൻ്റെ സിസ് ട്രാൻസ് ഐസോമറിസം വരയ്ക്കാൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അത് ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനുള്ള ഒരു ഡ്രഗ് കൂടിയാണെന്ന് മനസ്സിലാക്കി വെക്കുക. സ്ട്രക്ചറൽ ഐസോമറിസം എക്സ്പ്ലെയിൻ ചെയ്യാൻ വരാറുണ്ട്. അതേപോലെ അതിൽ കൂടുതലായി എടുത്തു ചോദിച്ചിട്ടുള്ളത് അയണൈസേഷൻ ഐസോമറിസം, അതേപോലെ ലിങ്കേജ് ഐസോമറിസം ആണ്. അതൊക്കെ എഴുതുമ്പോൾ എക്സാമ്പിൾസ് എഴുതി ഡെഫിനിഷൻ എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചില കേസിൽ കോമ്പൗണ്ട് തന്നിട്ട് ഏത് ഐസോമറാന്ന് എഴുതാൻ പറയാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ് ലിഗാൻഡ് എന്നുള്ളത് നോക്കുക. NO2 എന്ന് പറഞ്ഞ ലിഗാൻഡ് അതിലുണ്ടെങ്കിൽ ലിങ്കേജ് ഐസോമറിസം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ചാപ്റ്ററിൽ നിന്ന് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകളിൽ ഉണ്ടാകുന്ന ഫീൽഡ് സ്പ്ലിറ്റിങ്ങിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അപ്ലിക്കേഷൻസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് പ്രധാനപ്പെട്ടവയാണ്. അതിൽ സിസ്പ്ലാറ്റിൻ, അതായത് ഒരു ആൻറ്റി ക്യാൻസർ ഡ്രഗാണ്. പിന്നെ മറ്റൊന്ന് EDTA, വാട്ടർ പ്യൂരിഫിക്കേഷനിൽ ഉപയോഗിക്കുന്ന ഒന്നാണ്. പിന്നെ
ക്ലോറോഫിൽ ഒരു മഗ്നീഷ്യം കണ്ടെയ്നിങ് കോംപ്ലക്സ് ആണ്. അതേപോലെ ഹീമോഗ്ലോബിൻ അയൺ കണ്ടെയ്നിങ് കോംപ്ലക്സുകളാണ്. നെക്സ്റ്റ് ഓർഗാനിക് കെമിസ്ട്രിയാണ്. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ ഓരോ ചാപ്റ്റർ സെപ്പറേറ്റ് പഠിക്കാതെ നമ്മളത് ആസ് എ ഹോൾ പഠിക്കുകയായിരിക്കും നല്ലത്. കാരണം ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് വന്നേക്കണത്, കൺവേർട്ട് ദിസ് ഇൻ ടു ദാറ്റ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാ ചാപ്റ്ററും കൂടി കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾക്കത് ഒരുമിച്ച് പഠിക്കാം. അപ്പോൾ എന്നാലും ഞാൻ അതിൽ ഓരോ ചാപ്റ്റർ വൈസിൽ കുറച്ചൊന്ന് വിട്ട് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരൈൻസ് ആണ് വരുന്നത്. അതിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു പാഠഭാഗം SN1 ആൻഡ് SN2 റിയാക്ഷനാണ്. അതിൻ്റെ SN1 ആൻഡ് SN2 എന്താണെന്നുള്ളതിൻ്റെ കുറച്ച് പോയിൻറ്റ്സൊക്കെ എല്ലാവർക്കും അറിയും. പക്ഷേ അതിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് മാത്രമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എക്സാമ്പിൾ തന്നു കഴിഞ്ഞാൽ അത് SN1 ആണോ എന്ന് കുട്ടിക്ക് കണ്ടുപിടിക്കാനായിട്ട് ടെറിഷ്യറി ആൽക്കൈൽ ഹാലൈഡാണ് തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അത് SN1 റിയാക്ഷൻ ആയിരിക്കും. അതേപോലെ ക്ലോറോ ബെൻസീൻ ആണെങ്കിലും അത് SN1 റിയാക്ഷൻ ആയിരിക്കും. 2-bromobutane ആൽക്കലിയുമായിട്ട് റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ്റെ എന്താ ടീച്ചറെ അതിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ആ SN1 റിയാക്ഷനിൽ കാർബോണിയ അയണല്ലേ ഫോം ചെയ്യണത്. അപ്പോൾ ഈ ന്യൂക്ലിയോഫൈലിന് ഫ്രണ്ട് സൈഡിൽ നിന്നും ബാക്ക് സൈഡിൽ നിന്നും അറ്റാക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ 2 പ്രൊഡക്റ്റ് കിട്ടും. അത് -2 ബ്യൂട്ടനോളും കിട്ടും, +2 ബ്യൂട്ടനോളും കിട്ടും. അപ്പോൾ അതായത് റെസ്മിക് മിക്സ്ചറിന് എഴുതിയാൽ മതി. പക്ഷേ SN2ലാണെങ്കിൽ അത് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷനാണ് നടക്കുക. അത് മൈനസ് ആണെങ്കിൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് മൈനസ് എടുത്താൽ അവിടെ പ്ലസ് കിട്ടും, പ്ലസ് എടുത്താൽ മൈനസ് കിട്ടും. ഓർഗാനിക് പഠിക്കുമ്പോൾ കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം. എങ്ങനെയാണ് കുട്ടികൾക്ക് അത് ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് റൂളാണ് അല്ലെങ്കിൽ ഏത് റിയാക്ഷനാണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന 1-2 എണ്ണം പറഞ്ഞു തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആൽക്കഹോളിക് KOH എന്ന് കാണുകയാണെന്ന് വിചാരിക്കാം. അക്വസ് KOH ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആയിരിക്കും. ആൽക്കഹോളിക് KOH ആണെങ്കിൽ അത് എലിമിനേഷൻ റിയാക്ഷൻ ആയിരിക്കും. എലിമിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ഭാഗം HBr റിമൂവ് ചെയ്യാനുള്ള സെറ്റ്സ് ഓഫ് റൂളാണ് അല്ലേ. അവിടെ ആ ഭാഗത്ത് നിന്ന് 2-bromopentane ആൽക്കഹോളിക് KOH ആയിട്ടുള്ള റിയാക്ഷൻ. അപ്പോൾ അത് എൻ്റെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ 2-bromopentane എന്നുള്ളതിൽ ആ ബ്രോമോ അങ്ങോട്ട് മാറ്റി കളയുക. എന്നിട്ട് ആ പെൻറ്റീനെ പെൻറ്റീനാക്കുക. അപ്പോൾ 2-pentene എന്ന ആൻസർ കിട്ടി. പിന്നെ അടുത്തത് 1-pentene ആണ് ആൻസർ വരുന്നത്. അപ്പോൾ മേജർ പ്രൊഡക്റ്റ് ഏതാണ്, മൈനർ പ്രൊഡക്റ്റ് ഏതാണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 2-bromobutane വന്നാലും നമുക്ക് ചോദ്യവും കണ്ടിട്ടുണ്ട്. അപ്പോൾ 2-bromobutane അല്ലേ. ടീച്ചർ എന്താ ചെയ്യേണ്ടത്? ബ്രോമോ മായ്ക്കുക, ബ്യൂട്ടീന് പകരം ബ്യൂട്ടീൻ ആക്കുക. അപ്പോൾ 2-butene ഈസ് ദ മേജർ പ്രൊഡക്റ്റ് ആൻഡ് 1-butene ഈസ് ദ മൈനർ പ്രൊഡക്റ്റ്. ഈ റൂള് അപ്ലൈ ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി ആകെ അവിടെ ആ സെറ്റ്സ് ഓഫ് റൂൾ എന്താണെന്ന് ഒന്ന് പഠിച്ചാൽ മതി. മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ഈസ് ദ മേജർ പ്രൊഡക്റ്റ്. സത്യത്തിൽ ഇതിൻ്റെ ഒരു മെക്കാനിസം ഇല്ലാതെ നമുക്ക് ഈ റൂളിലേക്ക് എത്താം. ടീച്ചർ മാർക്കോണിക്കോസ് റൂളും അതേപോലെ തന്നെ സെറ്റ്സ് ഓഫ് റൂളും ഈ 2 റൂൾസും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ട്. അതായത് സെറ്റ്സ് ഓഫ് റൂളിൽ HBrനെ കളയാണ് ചെയ്യുന്നത്. പക്ഷെ മാർക്കോണിക്കോസ് റൂളിൽ അഡീഷൻ ആണ് വരുന്നത്. അതായത് ഇപ്പോൾ 1-pentineലേക്ക് നമ്മൾ HBr ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ കിട്ടുന്നത് 2-bromopentane ഈസ് ദ മേജർ പ്രൊഡക്റ്റ് ആൻഡ് 1-bromopentane ഈസ് ദ മൈനർ പ്രൊഡക്റ്റ്. കണ്ടോ, അപ്പോഴും 2-bromo ആണ് അവിടെ മേജർ വരുന്നത്, 1-bromo ആണ് മൈനർ വരുന്നത്. അതിൻ്റെ തിയറിയിലേക്ക് പോവാതെ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. നെക്സ്റ്റ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ? അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു എണ്ണം മീഥൈൽ ക്ലോറൈഡ് റിയാക്ട് വിത്ത് പൊട്ടാസ്യം സയനൈഡ് ആൻഡ് സിൽവർ സയനൈഡ്. അപ്പോൾ അത് പഠിക്കുകയാണെങ്കിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ്റെ ആൻസറും എഴുതാം. അതോടൊപ്പം തന്നെ ഈ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസറും എഴുതാവുന്നതാണ്. പിന്നെ വരുന്ന 3 റിയാക്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ വുഡ്സ് റിയാക്ഷൻ, വുഡ്സ് ഫിറ്റിംഗ് റിയാക്ഷൻ, ഫിറ്റിക് റിയാക്ഷൻ. അതിൽ തന്നെ വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻസ് ആണ് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കേണ്ടത്. അടുത്തത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ്, റിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. ഈ റിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ 4 ചാപ്റ്ററിലും വരുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ 4 ചാപ്റ്ററിലും നിങ്ങൾ വേറെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. അതായത് ഇതിൽ 5 റിയാക്ഷൻസ് ആണ് വരുന്നത്. ക്ലോറിനേഷൻ റിയാക്ഷൻ, അടുത്തത് നൈട്രേഷൻ റിയാക്ഷൻ, സൾഫോണേഷൻ റിയാക്ഷൻ, ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ആൻഡ് ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ. അപ്പോൾ ഈ ക്ലോറിനേഷൻ ആണെങ്കിൽ ക്ലോറിനാണ് അറ്റാച്ച് ചെയ്യേണ്ടത്, നൈട്രേഷൻ ആണെങ്കിൽ NO2 ആണ് അറ്റാച്ച് ചെയ്യേണ്ടത്, സൾഫോണേഷൻ ആണെങ്കിൽ SO3 അറ്റാച്ച് ചെയ്യുക,
ആൽക്കൈലേഷൻ ആണെങ്കിൽ CH3, അസൈലേഷൻ ആണെങ്കിൽ COCH3 ആണ് അറ്റാച്ച് ചെയ്യേണ്ടത്. ഇനി ഇവിടെ എങ്ങനെയാണ് അതിൻ്റെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ കോമ്പൗണ്ടും ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണോ മെറ്റാ ഡയറക്റ്റിംഗ് ആണോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൽ വരുന്നത് ക്ലോറോബെൻസീൻ ആണ് വരുന്നത്, അത് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ്. രണ്ടാമത്തെ ചാപ്റ്ററിൽ വരുന്നത് ഫീനോളാണ്, ഫീനോളും ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ്. അതുപോലെ വരുന്നത് അമീൻസിൻ്റെ ചാപ്റ്ററിൽ വരുന്നത് അനിസോളാണ്, അനിസോളും ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ്. അപ്പോൾ ഈ അറ്റാച്ച് ചെയ്യുന്നത് ഓർത്തോലും പാരയിലും അറ്റാച്ച് ചെയ്താൽ മതി, അതല്ലാതെ സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിലെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് ബെൻസാൽഡിഹൈഡ്, ബെൻസോയിക് ആസിഡ്, അസറ്റോഫിനോൺ. ഈ ആൽഡിഹൈഡ് കീറ്റോൺ അതായത് കാർബോണിൽ ഗ്രൂപ്പ് മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. അപ്പോൾ ഇതേ ഇത് തന്നെ റിയാക്ഷൻസ് തന്നെ അവിടെ അറ്റാച്ച് ചെയ്യണത് ക്ലോറിൻ NO2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യണത് മെറ്റയിൽ അറ്റാച്ച് ചെയ്താൽ മതി. അപ്പോൾ അത് വേറെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അടുത്തത് ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈതേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അതിൽ എത്തനോള്, മെത്തനോള്, ഫീനോള് ഇവരുടെ മാനുഫാക്ചറിങ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡോസ് പ്രോസസ്സ്, ആൽക്കഹോൾ ഉണ്ടാക്കാനുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ് എഴുതാൻ, എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ, അതുപോലെ തന്നെ ഈതൈൽ ആൽക്കഹോൾ കോൺസെൻട്രേറ്റഡ് H2SO4 റിയാക്ട് ചെയ്തിട്ട് ഈതറും ആൽക്കീനും തരുന്ന റിയാക്ഷൻ, അതായത് 413 കെൽവിനിലാണെച്ചെങ്കിൽ നമുക്ക് ഈതറാണ് കിട്ടുക, 443 കെൽവിനാണെച്ചെങ്കിൽ നമുക്ക് ആൽക്കീനാണ് ലഭിക്കുക. പിന്നെ നെയിംഡ് റിയാക്ഷൻസ് ആയ റിമർ ടിമാൻ റിയാക്ഷൻ, കോബ്സ് റിയാക്ഷൻ, ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. കപ്ലിംഗ് റിയാക്ഷൻ, ഫീനോള് സിങ്ക് ഡസ്റ്റുമായിട്ട് ബെൻസീൻ തരുന്ന റിയാക്ഷൻ, അനിസോളും HAയും റിയാക്ട് ചെയ്തിട്ട് ഫീനോളും മീഥൈലൈഡും തരുന്ന റിയാക്ഷൻസ്. ഇതൊക്കെയാണ് ആ ഭാഗത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. നെക്സ്റ്റ് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് ആണ്. അപ്പോൾ ഇതിൽ കുറേ നെയിംഡ് റിയാക്ഷൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് എന്താ പറയുക, ഏത് ക്വസ്റ്റ്യനാണ് അല്ലെങ്കിൽ ആൻസർ കിട്ടാണ്ട് കുട്ടി ഉത്തരം അറിയാം കുട്ടിക്ക്, പക്ഷേ അത് എങ്ങനെയാണ് അതാണോ ഉത്തരം എന്ന് കണ്ടുപിടിക്കാനാണ് ബുദ്ധിമുട്ട് കുട്ടികൾ പറയാറ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം റിയേജൻറ്റ് ശ്രദ്ധിക്കുക. റിയേജൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് റിയാക്ഷനാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളിതിൽ വരുന്ന ഒരു ചോദ്യം ആൽഡോൾ കണ്ടൻസേഷൻ ആൻഡ് കാനിസാരോ റിയാക്ഷൻ. അപ്പോൾ ഈ ചോദ്യം വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഡൈല്യൂട്ട് ആൽക്കലി ആൻഡ് കോൺസെൻട്രേറ്റഡ് ആൽക്കലി എന്ന് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഡൈല്യൂട്ട് ആൽക്കലി, കോൺസെൻട്രേറ്റഡ് ആൽക്കലി എന്ന് കാണുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഫോർമാൽഡിഹൈഡ് ഉണ്ടോ എന്ന് നോക്കാം. ഫോർമാൽഡിഹൈഡ് കാണുകയാണെങ്കിൽ ഭൂരിഭാഗം അത് നമ്മൾക്ക് കാനിസാരോ റിയാക്ഷൻ ആയിരിക്കും. അങ്ങനെയാണ് അതിലേക്ക് എത്തിച്ചേരുന്നത്. ഇപ്പോൾ ഫോർമാൽഡിഹൈഡ് റിയാക്ട് വിത്ത് കോൺസെൻട്രേറ്റഡ് ആൽക്കലി, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ചിലപ്പോൾ ഫോർമാൽഡിഹൈഡ് എന്നായിരിക്കില്ല തന്നിട്ടുണ്ടാവുക, മെഥനാൾ എന്നായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ മെഥനാൾ തന്നാലും HCHO എന്ന് തന്നാലും ഫോർമാൽഡിഹൈഡ് എന്ന് തന്നാലും അത് ഏത് റിയാക്ഷനാണെന്ന് മനസ്സിലാക്കണം, കാനിസാരോ റിയാക്ഷനാണെന്ന് മനസ്സിലാക്കണം. അതാണെങ്കിൽ അതെന്ത് കിട്ടും, ഓക്സിഡേഷൻ ചെയ്യുമ്പോൾ ആസിഡ് കിട്ടും, റിഡക്ഷൻ ചെയ്യുമ്പോൾ ആൽക്കഹോൾ കിട്ടും. അങ്ങനെ പഠിക്കാൻ എളുപ്പമാണ്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത കോമ്പൗണ്ട്സ് ആണ് അത് നൽകുന്നത്. അങ്ങനെ പഠിക്കായിരിക്കും എളുപ്പം. അതല്ലാണ്ട് ഡെഫിനേഷൻ പഠിച്ചിട്ട് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇനി ആൽഡോൾ കണ്ടൻസേഷൻ്റെ കേസിലാണെങ്കിൽ അസറ്റാൽഡിഹൈഡ് എന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസിൽ കണ്ടിരിക്കുന്നത്. ഈ അസറ്റാൽഡിഹൈഡ് റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് ആൽക്കലി എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഡൈല്യൂട്ട് NaOH, അല്ലെങ്കിൽ ബേരിയം ഹൈഡ്രോക്സൈഡ്, ഇതേത് വേണമെങ്കിലും ചോദിക്കാം. ഈ അസറ്റാൽഡിഹൈഡ് എന്നും വേണമെങ്കിൽ ചോദിക്കണം എന്നില്ല, എഥനാളെന്ന് ചോദിക്കാം. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ആൽഡോൾ കണ്ടൻസേഷൻ ആണെന്ന് മനസ്സിലാക്കണം. ആൽഡോൾ കണ്ടൻസേഷൻ ആണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ കുട്ടി ബാക്കി എഴുതിക്കോളും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ടീച്ചർ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, ഫീനോൾ, ആൽക്കഹോൾ, അങ്ങനെ പല പല മോളിക്യൂൾസുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഇത് വരുമ്പോൾ നമ്മൾ കമ്പൈൻഡ് ആയിട്ട് പഠിക്കുക തന്നെയാണ് എളുപ്പം. ഫോർ എക്സാമ്പിൾ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോളറൻസ് ടെസ്റ്റ് എഴുതാം. ഇതിന് ഒരു ആൻസർ അല്ല ഉള്ളത്, ഒരുപാട് ആൻസർ എഴുതാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ആൻസർ പഠിച്ചിട്ട് പല എന്താ പറയുക, ഒരു 10 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് പഠിക്കുകയല്ലേ നല്ലത്. അപ്പോൾ നമ്മൾക്ക് അതിനുള്ളൊരു മെത്തേഡ് ഇതെന്ന് വെച്ചാൽ, ഇപ്പോൾ ടോളറൻസ് റിയേജൻറ്റ് എഴുതുകയെന്ന് ചോദിച്ചോ, വാട്ട് ഈസ് ടോളറൻസ് റിയേജൻറ്റ് എന്നുള്ളതും കൂടി പഠിക്കണം. അമോണിക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനാണ് ടോളറൻസ് റിയേജൻറ്റ്. അപ്പോൾ ഒന്നും വളരെ ബാക്കിൽ നിൽക്കുന്ന കുട്ടിക്ക് വേണമെങ്കിലും എഴുതാവുന്ന ഒരു സംഭവമാണ്. ആൽഡിഹൈഡ്സ് റിയാക്ട് വിത്ത് ടോളറൻസ് റിയേജൻറ്റ് ഗിവ് സിൽവർ മിറർ, കീറ്റോൺസ് റിയാക്ട് വിത്ത് ടോളറൻസ് റിയേജൻറ്റ് നോ റിയാക്ഷൻ. അപ്പോൾ അത് പെട്ടെന്ന് എഴുതാം, കാരണം ഇക്വേഷൻ ഒന്നും അവിടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഫെല്ലിംഗ് സൊല്യൂഷൻ ഇതേപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആൽഡിഹൈഡ്സ് റിയാക്ട് വിത്ത് ഫെല്ലിംഗ് സൊല്യൂഷൻ റെഡ് പ്രസിപ്പിറ്റേറ്റ്, കീറ്റോൺസ് ആണെങ്കിൽ നോൺ റിയാക്ഷൻ. അപ്പോൾ ബെൻസാൽഡിഹൈഡ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, ആൽഡിഹൈഡ് ആണെങ്കിലും ബെൻസാൽഡിഹൈഡ് എന്ത് തരില്ല, ഫെല്ലിംഗ് സൊല്യൂഷനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ
റെഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടില്ല. അപ്പോൾ അസറ്റാൽഡിഹൈഡ് ആൻഡ് ബെൻസാൽഡിഹൈഡ് ചോദിക്കുകയാണെങ്കിൽ ഫെല്ലിംഗ് സൊല്യൂഷൻ ആണ് എഴുതേണ്ടത്. അവിടെ ടോളറൻസ് റിയേജന്റ് എഴുതാൻ പാടില്ല. അതായത് അലിഫാറ്റിക് അമീൻസ് മാത്രമാണ് ഫെല്ലിങ്സ് ടെസ്റ്റ് കാണിക്കുള്ളൂ. ഇനി അടുത്ത ഡിസ്റ്റിങ്വിഷ് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ചോദിക്കുക ആൽക്കഹോൾ ആൻഡ് ഫീനോൾ ചോദിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ആൽക്കഹോൾസിൽ നമ്മൾ പറയേണ്ടത് ലൂക്കാസ് ടെസ്റ്റാണ് ടു ഡിസ്റ്റിങ്വിഷ് പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി ആൽക്കഹോൾ. അപ്പോൾ നമ്മൾക്ക് അടുത്ത ചാപ്റ്ററിൽ അമീൻസിൻ്റെ ചാപ്റ്ററിൽ ഇവിടെ തന്നെ പറയാം ഹിൻസ്ബർഗ് റിയേജൻ ടെസ്റ്റ് പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി അമീൻസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് ഹിൻസ്ബർഗ് റിയേജൻ ടെസ്റ്റ്. അപ്പോൾ പിന്നെ 2 ടെസ്റ്റും കൂടി ഇവിടെ പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫീനോൾ റിയാക്ട് വിത്ത് ബ്രോമിൻ വാട്ടറും ഫീനോൾ റിയാക്ട് വിത്ത് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും ഒന്ന് ശ്രദ്ധിക്കണം. ഫീനോൾ റിയാക്ട് വിത്ത് ബ്രോമിൻ വാട്ടർ ആണെങ്കിൽ 2,4,6 ട്രൈബ്രോമോ ഫീനോൾ. ഫീനോൾ റിയാക്ട് വിത്ത് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആണെങ്കിൽ 2,4,6 ട്രൈനൈട്രോഫീനോൾ. അത് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നത്, പിക്രിക് ആസിഡ്. ഇത്രയും ടെസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഏത് ഡിസ്റ്റിങ്വിഷ് ചോദിച്ചാലും അത്യാവശ്യം എഴുതാൻ പറ്റും. കാരണം ഫോർ എക്സാമ്പിൾ ഫീനോൾ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫീനോൾ ആൻഡ് ബെൻസാൽഡിഹൈഡ് എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക. ഫീനോൾ ഓൺ നൈട്രേഷൻ ഗീവ് 2,4,6 ട്രൈനൈട്രോഫീനോൾ. അപ്പോൾ ആ ടെസ്റ്റ് എഴുതിയാൽ മതി. അതിന് വേണ്ടിയിട്ട് ഇനി ഫെല്ലിംഗ് സൊല്യൂഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി അത് ഏത് ചോദിച്ചാലും ഫീനോളിൻ്റെ ഈ ഒരു ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഏതുമായിട്ട് അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. അതേപോലെ പിന്നെ ചോദിക്കുക 1 പ്രൊപ്പനോൾ ആൻഡ് 2 പ്രൊപ്പനോൾ അല്ലെങ്കിൽ 2 മീഥൈൽ 2 പ്രൊപ്പനോൾ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അതെന്താണ് പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി ആൽക്കഹോളിൻ്റെ ഡിസ്റ്റിങ്വിഷ് ചെയ്യണത് തന്നെയാണ്. ലൂക്കാസ് ടെസ്റ്റ് തന്നെ എഴുതിയാൽ മതി. പിന്നെ ഇനി ഏതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൽക്കഹോളാണ് ചോദിക്കുന്നത് വെച്ചാൽ ലൂക്കാസ് ടെസ്റ്റ് എഴുതുക. അമീൻസ് ആണ് ചോദിക്കണമെങ്കിൽ ഹിൻസ്ബർഗ് ടെസ്റ്റ് എഴുതുക. ഇനി ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആണെങ്കിൽ ടോളറൻസ് റിയേജന്റ് എഴുതാൻ ശ്രമിക്കുക. ടീച്ചർ ആ ചാപ്റ്ററിൽ വരുന്ന റിഡക്ഷൻ റിയാക്ഷൻസ് ഒന്ന് കമ്പൈൻ ചെയ്ത് പറയാം. അതിൽ വരുന്ന 5 റിഡക്ഷനാണ് മെയിനായിട്ട് വരുന്നത്. സാധാരണ റിഡക്ഷൻ, ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് വെച്ചിട്ടുള്ള റിഡക്ഷൻ, പിന്നെ ക്ലെമൻസൺ റിഡക്ഷൻ, ഓൾകിഷ്ണർ റിഡക്ഷൻ, റോസൻമണ്ട് റിഡക്ഷൻ, സ്റ്റീഫൻ റിഡക്ഷൻ. ഈ റിഡക്ഷൻ റിയാക്ഷൻ എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കുക. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇവിടെയും ഈ റിയേജൻ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇപ്പോൾ സിങ്ക് അമാൽഗം ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ക്ലെമൻസൺ റിഡക്ഷൻ ആണ്. അതേപോലെ ഹൈഡ്രസിൻ ഇൻ ആൽക്കഹോളിക് KOH എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓൾകിഷ്ണർ റിഡക്ഷൻ ആണ്. അതേപോലെ SnCl2 ആണ് കാണുന്നതെങ്കിലോ സ്റ്റീഫൻ റിഡക്ഷൻ. SnCl2 സ്റ്റീഫൻ, അത് ഒന്ന് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഇനി റോസൻമണ്ട് റിഡക്ഷൻ ആണെങ്കിലോ പലേഡിയം ഇൻ പ്രസൻസ് ഓഫ് ബേരിയം സൾഫേറ്റ്. അങ്ങനെ പഠിച്ചതിന് ശേഷം നിങ്ങൾ ഏതിൽ നിന്ന് ഏതിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത് പഠിക്കുക. ഇപ്പോൾ റോസൻമണ്ട് റിഡക്ഷൻ ആണെങ്കിൽ ആസിഡ് ക്ലോറൈഡ് ടു ആൽഡിഹൈഡ്. അപ്പോൾ CuCl കണ്ടിട്ട് ആൽഡിഹൈഡിലേക്ക് വരികയാണെങ്കിൽ അത് ഏത് വേണമെങ്കിലും ചോദിക്കാം. അസറ്റൈൽ ക്ലോറൈഡ് ടു അസറ്റാൽഡിഹൈഡ്, ബെൻസോയിൽ ക്ലോറൈഡ് ടു ബെൻസാൽഡിഹൈഡ്. അപ്പോൾ റോസൻമണ്ട് റിഡക്ഷൻ എന്ന് കിട്ടും. അതേപോലെ നമ്മൾ പറയേണ്ട ക്ലെമൻസൺ റിഡക്ഷനിൽ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ടു ആൽക്കെയിൻ എന്ന് പഠിക്കുക. അതായത് Cu ഗ്രൂപ്പ് ഈസ് കൺവേർട്ടഡ് ടു CH2 ഗ്രൂപ്പ് എന്ന് ഓർത്താൽ മതി. അപ്പോൾ ഏത് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എഴുതാവുന്നതാണ്. ഏത് ആൽഡിഹൈഡ് വേണമെങ്കിലും ചോദിച്ചോട്ടെ, ഏത് കീറ്റോൺ വേണമെങ്കിലും ചോദിച്ചാലും കുഴപ്പമില്ല. കിട്ടുന്ന റിസൾട്ട് ആൽക്കെയിൻ ആണോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി ഈ ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസ് എറ്റൈഡ് റിയാക്ഷൻ, ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ, പിന്നെ എസ്ട്രിഫിക്കേഷൻ റിയാക്ഷൻ. പിന്നെ ആസിഡ്സിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഭാഗം HVZ റിയാക്ഷനാണ്. HVZ റിയാക്ഷൻ്റെ ഏറ്റവും ഒട്ടിക്കേണ്ട ഭാഗം ഏതാണെന്ന് വെച്ചാൽ പ്രസൻസ് ശ്രദ്ധിക്കുക. ക്ലോറിൻ ഇസ് ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് കാണും, അല്ലെങ്കിൽ ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് കാണും. അപ്പോൾ അവിടെയാണെങ്കിൽ അതിൽ അസറ്റിക് ആസിഡ് ഓൺ ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് ആണെങ്കിൽ അത് ക്ലോറോ അസറ്റിക് ആസിഡ് കിട്ടും. അല്ലെ ബ്രോമിൻ ആണെങ്കിൽ ബ്രോമോ അസറ്റിക് ആസിഡ് കിട്ടും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ്. ആൽക്കഹോൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിലും ഈ ചാപ്റ്ററിലും കമ്പൈൻഡ് ആയിട്ട് ഗ്രിഗ്നാർഡ് റിയേജന്റുമായിട്ടുള്ള റിയാക്ഷൻ വരുന്നുണ്ടല്ലോ. അത് കൺവേർഷനിലാണ് കൂടുതൽ വരുന്നത്. കൺവേർട്ട് ഫോർമാൽഡിഹൈഡ് ടു പ്രൈമറി ആൽക്കഹോൾ, അസറ്റാൽഡിഹൈഡ് ടു സെക്കൻഡറി ആൽക്കഹോൾ ആൻഡ് അസറ്റോൺ ടു ടെറിഷ്യറി ആൽക്കഹോൾ എന്ന് ചോദിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫോർമാൽഡിഹൈഡ് എന്നായിരിക്കില്ല ചിലപ്പോൾ തരുന്നത്, മെഥനാൽ എന്നായിരിക്കും, അസറ്റാൽഡിഹൈഡ് എന്നല്ല എഥനാൽ എന്നായിരിക്കും, പ്രൈമറി ആൽക്കഹോൾ എന്നല്ല ഈഥൈൽ ആൽക്കഹോൾ ആയിരിക്കും, 2 പ്രൊപ്പനോൾ എന്നൊക്കെ ആയിരിക്കും തരിക. അപ്പോൾ വളരെ ഈസി ആയിട്ട് പഠിക്കാം. ഫോർമാൽഡിഹൈഡ് പ്ലസ് ഗ്രിഗ്നാൽ റിയേജൻ ഗിവ് primary alcohol, acetaldehyde plus grignal reagent give secondary alcohol, acetone plus grignal reagent give tertiary alcohol. ഇങ്ങനെ പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് അത് എഴുതാവുന്നതാണ്. അടുത്തത് അമീൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അവിടെ നെയിംഡ് റിയാക്ഷൻസ് ആയ
ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ, കാർബിലമീൻ റിയാക്ഷൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ റിയാക്ഷൻ്റെ പേര് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൽ ഹിന്റ് തന്നിട്ടുണ്ട്. അതായത് ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷനിൽ ബ്രോമിനും അമൈഡും ആണ് റിയാക്ട് ചെയ്യുന്നത്, എന്നിട്ട് പ്രൈമറി അമീൻസ് ആണ് തരുന്നത്. അതേപോലെ കാർബിലമീൻ റിയാക്ഷനിൽ പ്രൈമറി അമീന് ഈസ് കൺവേർട്ടഡ് ടു കാർബിലമീൻ. അപ്പോൾ അതിൽ ആ പേരിൽ തന്നെ അതിനുള്ള പ്രൊഡക്റ്റിൻ്റെയും റിയാക്റ്റൻസിൻ്റെയും ഹിന്റ് തന്നിട്ടുണ്ട്. ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, കാർബിലമീൻ റിയാക്ഷൻ പ്രൈമറി അമീൻസ് മാത്രം തരുന്ന ഒരു റിയാക്ഷനാണ്. ഹിൻസ്ബർഗ് ടെസ്റ്റ് അപ്പോൾ നേരത്തെ ടീച്ചർ മറ്റേ ചാപ്റ്ററിൽ കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ മറ്റു റിയാക്ഷനായ സയനൈഡ് CnNO2 റിഡക്ഷൻ ചെയ്തിട്ട് അമീൻസ് ആവുന്ന റിയാക്ഷൻസ് കാണാറുണ്ട്. അതിലെല്ലാം പൊതുവെ റിഡക്ഷനാണ്. NO2 റെഡ്യൂസ് ചെയ്യുമ്പോഴാണ് അമീൻ കിട്ടുന്നത്, CN റെഡ്യൂസ് ചെയ്യുമ്പോഴാണ് അമീൻ കിട്ടുന്നത്. ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടാവുക ബേസിക് ക്യാരക്ടർ ഓഫ് അമീൻസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ ചാപ്റ്ററും കമ്പൈൻ ചെയ്തിട്ട് അസിഡിറ്റിയും ബേസിറ്റിനെ കുറിച്ചിട്ടൊന്ന് കമ്പൈൻ ചെയ്തിട്ടൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ അമീൻസിൻ്റെ ബേസിക് ക്യാരക്ടറും ആസിഡ്സിൻ്റെ ഭാഗത്തുള്ളതാണ് അസിഡിക് ക്യാരക്ടറും. ഇപ്പോൾ അസിഡിക് ക്യാരക്ടറിൽ സ്ഥിരം ചോദിക്കുന്നതാണ് ഫോമിക് ആസിഡാണോ അസിഡിക് ആസിഡാണോ മോർ അസിഡിക് എന്നുള്ളത്. അപ്പോൾ അതിൽ ഫോമിക് ആസിഡാണ് മോർ അസിഡിക്ക് വരുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു എളുപ്പവഴി എന്താ വെച്ചാൽ +I എഫക്റ്റ് ആൻഡ് -I എഫക്റ്റ് ആണ് വരിക. അപ്പോൾ ആൻസർ എപ്പോഴും വരുന്നത് +I എഫക്റ്റ് അല്ലെങ്കിൽ -I എഫക്റ്റ്. അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനൊരു ക്ലൂ തരാം. അത് എപ്പോഴും CH3 ഗ്രൂപ്പ് വരുമ്പോൾ +I എഫക്റ്റാണ് വരിക. ഇപ്പോൾ ക്ലോറിൻ, ഫ്ലൂറിൻ അങ്ങനത്തെ കോമ്പൗണ്ട് വരികയാണെങ്കിൽ -I എഫക്റ്റ് ആണ് വരിക. അപ്പോൾ ക്ലോറോ അസിറ്റിക് ആസിഡും അസിറ്റിക് ആസിഡും വിച്ച് ഇസ് മോർ സ്ട്രോങ്ങർ എന്ന് വെച്ചാൽ ക്ലോറോ അസിറ്റിക് ആസിഡ് ഇസ് മോർ സ്ട്രോങ്ങർ ഡ്യൂ ടു -I എഫക്റ്റ്. അത്രമാത്രമേ എഴുതേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇനി ഫ്ലൂറോ അസിറ്റിക് ആസിഡ് ആൻഡ് ക്ലോറോ അസിറ്റിക് ആസിഡ്, അപ്പോൾ അത് രണ്ടിലും -I എഫക്റ്റ് ഉണ്ട്. പക്ഷേ അതിൽ ഫ്ലൂറിൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ ക്ലോറിൻ. അതുകൊണ്ട് ഫ്ലൂറോ അസിറ്റിക് ആസിഡ് ഈസ് മോർ സ്ട്രോങ്ങർ ദാൻ അസിറ്റിക് ആസിഡ്. ഇനി ക്ലോറിൻ്റെ എണ്ണം കൂടുന്നതിനോട് അനുസരിച്ച് അതിൻ്റെ അസിഡിക് ക്യാരക്ടർ കൂടുതലായിക്കൊണ്ടിരിക്കും. ഈ അസിഡിക് ക്യാരക്ടർ വരാനുള്ള കാരണം കാർബോക്സിലേറ്റ് അയണിൻ്റെ റെസിസ്റ്റൻസ് സ്റ്റെബിലൈസേഷനാണ്. മീഥൈൽ അമീൻ്റെ കേസിലാണെങ്കിൽ സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ ബേസിക് ക്യാരക്ടർ, സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ പ്രൈമറി, ദെൻ ടെർഷ്യറി. അപ്പോൾ അവിടെ വരുന്ന 2 പോയിൻ്റാണ് അവിടെ എഴുതേണ്ടത്. ഫസ്റ്റ് വൺ +I എഫക്റ്റ്. +I എഫക്റ്റ് ഓഫ് ടെർഷ്യറി ഈസ് ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ദെൻ പ്രൈമറി. സോൾവേഷൻ എഫക്റ്റ് വരികയാണെങ്കിൽ പ്രൈമറി ഈസ് ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ ടെർഷ്യറി. അപ്പോൾ അത്ര എഴുതിയാൽ മതിയാവും. അടുത്തത് വളരെ സിമ്പിളായിട്ടുള്ള ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററാണ്. അവിടെ DNA ആൻഡ് RNA തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ തന്നെ എന്താണ് സ്വിറ്റർ അയോണ്, അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ സ്ട്രക്ചറിൽ സെക്കൻഡറി സ്ട്രക്ചറായ ആൽഫ ഹെലിക്സ് സ്ട്രക്ചറും ബീറ്റ പിലേറ്റഡ് സ്ട്രക്ചറും പ്രധാനം കൊടുക്കേണ്ട ഭാഗമാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് വിത്ത് എക്സാമ്പിൾ, കാർബോഹൈഡ്രേറ്റ്സിലുണ്ടാകുന്ന ലിങ്കേജസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിങ്കേജസ്, അതിലുള്ള മോണോമേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ പഠിക്കണം. വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഡിസീസസ്, അതിൽ പ്രത്യേകിച്ച് വൈറ്റമിൻ A, C, D, K എന്നുള്ള വൈറ്റമിൻസ്, ആനോമസ്. ഇത്രയാണ് ടോട്ടൽ ചാപ്റ്റേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ കുട്ടികൾ പൊതുവായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ക്വസ്റ്റ്യൻ നമ്പർ കുട്ടികൾ എഴുതുമ്പോൾ സബ് ഡിവിഷൻസ് കൃത്യമായിട്ട് എഴുതിയിരിക്കണം. പിന്നെ എക്സസ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സമയം ഉണ്ടെങ്കിൽ എല്ലാം വായിച്ചു നോക്കിയതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ എക്സസ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഡയഗ്രംസ്, ഗ്രാഫുകളൊക്കെ വരയ്ക്കുമ്പോൾ എല്ലാ ആക്സിസുകളും ലാബിൽ ചെയ്യുക. പ്രോബ്ലം എഴുതുമ്പോൾ കുട്ടികൾ ഇക്വേഷൻസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും പൊതുവെ കംപ്ലീറ്റ് ചെയ്യാറില്ല. അത് ഫുള്ള് എഴുതിയിട്ട് കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനും കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ യൂണിറ്റ് കൺവേർഷൻ, ആറിൻ്റെ വാല്യൂ, പ്രത്യേകിച്ച് πv = nRT എന്ന് പറഞ്ഞ ഇക്വേഷനിൽ ആറിൻ്റെ വാല്യൂ 0.082 ആണ് ഉള്ളതെന്നും, അതേപോലെ തന്നെ അവിടെ ടെമ്പറേച്ചർ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കണം. പിന്നെ വോളിയം പൊതുവെ സെൻറ്റിമീറ്റർ ക്യൂബിലാണ് തരാറ്. അത് നിങ്ങൾക്ക് 1 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1 ml ആണെന്നും 1 ml 10⁻³ ലിറ്റർ ആണെന്നുള്ളതും ഓർമ്മയിലുണ്ടാവണം. പൊതുപരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മികച്ച വിജയം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.